അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ ചപ്പാത്തി, പൂരി, പുട്ട്, പൊറോട്ട അങ്ങനത്തെ പല സാധനങ്ങൾക്കും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തക്കാളിയാണ്. കഴിഞ്ഞ ദിവസം വരെ ഇതിന് പൊന്നും വിലയായിരുന്നു. ഇപ്പൊ വിലയൊക്കെ കുറഞ്ഞു, പൊന്നിന്റെ വില മാറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ നമ്മുടെ വലിയ ഉള്ളി സവോള. നമ്മളൊരു 2.5 സവോളയാണ് എടുത്തത്. ഭയങ്കര എരിയുള്ള സവോളയാണ്, നമ്മുടെ കണ്ണൊക്കെ നല്ലതായിട്ട് എരിയും. അപ്പൊ അതല്ലേ, അപ്പൊ നമുക്ക് സ്റ്റവ് ഒക്കെ ഒന്ന് കത്തിക്കാം. അപ്പൊ ഇത് സംഭവം നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ പ്ലേറ്റിലിരിക്കുന്ന നമ്മുടെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മുടെ അവരവരുടെ മിക്സിയുടെ പരുവം അനുസരിച്ചിട്ട് പേസ്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളി റെഡിയാക്കാം. എണ്ണ ഇച്ചിരി ദൂരെ പോയി, എണ്ണ പിടങ്ങി മാറിപ്പോയി. ഇതിപ്പോ ഉണ്ടല്ലോ വെളിച്ചെണ്ണ വേണമെന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഉണ്ടല്ലോ, സൺഫ്ലവറോ, അതായിരിക്കും നല്ലത്. കാര്യം ഇതിന്റെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാവേ. ഉള്ളി വഴലുന്ന ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തത്. അപ്പം വേറെ കാര്യമുണ്ട്. അപ്പം നേരത്തെ ഉണ്ടല്ലോ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി റെഡിയാക്കി ഒന്ന് വെച്ചോണം കേട്ടോ. അത് നമ്മൾ കാണിക്കാനില്ല. കാര്യം വെച്ചാൽ മുട്ട പുഴുങ്ങാൻ എല്ലാവർക്കും അറിയാമെന്നല്ലേ. മുട്ട പുഴുങ്ങി തോടൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ സംഭവം റെഡിയാക്കാൻ പറ്റും. ഇങ്ങനെയാണല്ലോ. ഇത് ഒന്ന് എന്താ പറയുന്നത്, ഒരു അത്യാവശ്യം പെട്ടെന്നാകുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്ന് സംഭവം റെഡിയാവും. അപ്പോൾ ആ സമയത്ത് അന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചേട്ടാ അതൊന്ന് അരയ്ക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പം നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഏകദേശം ഒരു എന്താ പറയുന്നത് ഒരു പകുതി, ഒത്തിരി ഗോൾഡൻ ഒന്നും ആയിട്ടില്ല, അത്യാവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ അരച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ, അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കണം. വീണ്ടും നല്ല രീതിയിൽ ഇളക്കിയിട്ടുണ്ട്. തക്കാളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം തെറിക്കുവേ. അപ്പൊ അതൊന്ന് സൂക്ഷിക്കണം കേട്ടോ, കയ്യിലൊക്കെ തെറിക്കാതെ സൂക്ഷിക്കണം. കാര്യം നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടായിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ അതൊന്ന് തക്കാളിയൊക്കെ നമ്മൾ അരച്ചിങ്ങോട്ടെടുത്തല്ലോ, അതിന്റെ ഒരു തണുപ്പ് കൂടെ വരുമ്പോഴത്തേനും പെട്ടെന്ന് തെറിക്കും. അപ്പൊ ഇനി ഇതിന്റെ പച്ചമണം നന്നായിട്ട് മാറണം. അപ്പൊ അതുവരെ നമുക്ക് ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം. കാര്യം ഒരു കാരണവശാലും അടിക്കൊന്നും പിടിക്കരുത്. നന്നായിട്ട് നല്ല കൊഴുത്ത കറിയാണ് നമുക്ക് കിട്ടേണ്ടത്. അതെ. അപ്പൊ ഈ സംഭവം ഉണ്ടല്ലോ ഇതുപോലെ ഇത് ചെയ്തു സംഭവം നല്ല കിടക്കാച്ച സാധനമാണ്. പിന്നെ ഉണ്ടല്ലോ നമുക്കൊരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും. കാര്യം എല്ലാവരും ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സന്തോഷമാണ്. പക്ഷെ സന്തോഷം നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ ആ സന്തോഷം ഒന്ന് നമുക്കൂടെ ഒന്ന് അറിയണ്ടേ. അപ്പൊ അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് കൂടെ ചെയ്യണം. കാര്യം നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പൊ നിങ്ങളുടെ ആ കമന്റ് ഒക്കെ കാണുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുകയും നമുക്കൊക്കെ എന്താ പറയുന്നത് അതെ തന്നെ. നമ്മളിങ്ങനെ വേറൊരു നാട്ടിലൊക്കെ നിൽക്കുകയല്ലേ. അപ്പൊ നാട്ടിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് എന്താ പറയുന്നത് ഒരു കമന്റും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ, മറക്കാതെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും. അപ്പൊ ഇതൊന്ന് ഇളക്കി ഒന്ന് സംഭവം ഒന്ന് റെഡിയാക്കിക്കോട്ടെ. അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് എടുക്കാം. പക്ഷെ നമ്മൾ ഇച്ചിരി സമയം മെനക്കെട്ടാലുണ്ടല്ലോ സംഭവം നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പൊ ഇന്ന് ഇളക്കി റെഡിയാക്കുന്നത്. അപ്പൊ നമ്മുടെ സംഭവം ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പം അപ്പുറത്തെ സ്റ്റൗവിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടാണ് നമ്മുടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിൻ്റെ തൊട്ട് ആദ്യം നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല,
നമ്മൾ ആദ്യം ഇട്ടതെന്ന് പറഞ്ഞാൽ 4 നമ്മുടെ ഏലക്കായ, 3 ഗ്രാമ്പും, പിന്നെ ഒരിച്ചിരി പട്ട, ഒരിച്ചിരി 1-2 നമ്മുടെ കുരുമുളക്. അപ്പൊ നമുക്കിനി എണ്ണ ഒഴിച്ചെടുക്കാവേ. അപ്പൊ ഓൾറെഡി നമ്മുടെ പാൻ ചൂടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. പാൻ ചൂടാക്കി വെച്ചിരിക്കുവായിരുന്നു, തണുത്ത പാനല്ല. അപ്പൊ നമ്മളിനി കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെ നേരത്തെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പുഴുങ്ങി നമ്മളതിൻ്റെ തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 3 മുട്ടയാണ് എടുക്കുന്നത്, നമ്മൾ 3 പേരായിട്ട് 3 മുട്ട. അപ്പൊ അതിനുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ എല്ലാം കൂട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ മസാല സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ പൊടിച്ച മസാല എന്നല്ല ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവേ. നമ്മള് തീ ഇച്ചിരി കുറച്ച് വെക്കാം. ഇത് നമ്മള് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. അപ്പൊ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുക. ഇനി 1 നുള്ള് മഞ്ഞൾ പൊടിയും, അതല്ല നമ്മുടെ മല്ലിപ്പൊടി. ഇപ്പൊ ഈ മല്ലി ഉണ്ടല്ലോ, മല്ലിയായിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കി അങ്ങനെ കുറെ ടേസ്റ്റ് കൂടും. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന്റെ പച്ചമണം കിട്ടുന്ന അതിന്റെ പച്ചമണം മാറുന്ന കൂട്ടത്തിൽ തന്നെ മുട്ടയും കൂടെ അതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ മുട്ട ഉണ്ടല്ലോ ഇടുമ്പോഴത്തേക്ക് ഒന്ന് വരഞ്ഞുകൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ മസാലയൊക്കെ അതിന്റെ അകത്തോട്ട് കയറും. അപ്പൊ അത് നമ്മുടെ സമയം പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതന്നെ, അത് നമ്മള് വരഞ്ഞിടുകയാണെങ്കിലേ നല്ല സൂപ്പർ ആയിരിക്കും. നല്ല സൂപ്പർ ആയിരിക്കും. മസാല കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സാധനം. അതിപ്പോ നമുക്ക് ഇതെപ്പോഴാണ് ചെയ്യുന്നത് വെച്ചാൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് 2 പീസാക്കി വേണേലും എടുക്കാം. അങ്ങനെ ഇട്ടാലും നല്ലതായിരിക്കും. നമ്മുടെ ഈ സ്റ്റൗ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കും. നമ്മളിവിടെ വന്ന സമയത്ത് മേടിച്ച സ്റ്റൗ ആണ്. നമ്മുടെ ഗ്യാസ് കണക്ഷൻ എടുക്കത്തില്ലേ, ആ സമയത്ത് നമുക്ക് ഗ്രോ ലിമിറ്റഡ് നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഗ്യാസിന്റെ കൂടെ നമുക്ക് ഫ്രീ കിട്ടിയ സാധനമാണ്. പിന്നെ നമ്മളിവിടെ സ്ഥിരമായ താമസമല്ലോ, അതുകൊണ്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും മാറ്റില്ല. അപ്പൊ അതായത് നമ്മുടെ ഇതുണ്ടല്ലോ ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ പൊടിയുടെ ആ ഒരു പച്ചമണവും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ തീ ഒന്ന് ഇത് പറയുന്നത് ഒന്ന് കുറച്ചേക്കണം കേട്ടോ. നമ്മുടെ പൊടിയൊക്കെ തരുന്നത് അപ്പോഴേ ഇതൊന്ന് ആക്കിയെടുക്കട്ടെ, എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കട്ടെ. ഇത് ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഉപ്പ് നമ്മൾ എല്ലാം റെഡിയാക്കാനുണ്ട്. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ അത് ചെയ്ത് 1 മിനിറ്റ് ഇതൊന്ന് ആക്കി എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ നമ്മുടെ സംഭവം എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർക്കാതെ. അപ്പൊ എന്നിട്ട് അത് ഇളക്കി യോജിപ്പിക്കാം. അതെ, പതുക്കെ വേണം ഇളക്കാനായിട്ട്. പിന്നെ നമ്മുടെ പാത്രത്തിന്റെ ഒക്കെ ഒരു എന്താ പറയുന്ന ഒരു ഭംഗി അനുസരിച്ച്, ഭംഗിയല്ല വലിപ്പം, നന്നായിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് ആക്കണം. ഇതിന്റെ ഇതുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കാം. നമ്മൾ ഇത്ര നേരം ലോ ഫ്ലെയിമിലാണ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പൊടിയൊക്കെ ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ അതൊന്ന് കരിയാതെ നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഉപ്പ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് അനുസാരികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രേവിയുള്ള, എന്നാൽ നല്ല കൊഴുത്ത ഗ്രേവിയുള്ള കറിയാണ്. നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ ആണെങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട്. പൊറോട്ട
പൊറോട്ട, ചപ്പാത്തി, പിന്നെ പറഞ്ഞ പൂരി, അങ്ങനത്തെ എല്ലാ സാധനത്തിനും പറ്റുന്ന സാധനമാണ്. അത്യാവശ്യം എന്നല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയി സാധനം. അപ്പം നമ്മൾ കുറച്ച് കുരുമുളക് കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമ്മുടെ ഒരു നാടൻ ഫ്ലേവർ കൂടെ ആ അതെ അതിനു വേണ്ടിയാണ് കുരുമുളക് കൂടെ ചേർക്കുന്നത്. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ നാടനുമാണ്, കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ നോർത്ത് ഇന്ത്യനാണ്. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഇന്ത്യൻ അതെ. നമ്മൾ നേരത്തെ അരച്ചില്ലേ ഗ്രേവിയൊക്കെ, അപ്പൊ ഈ പച്ചക്കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ അതിന്റെ കൂടെ ചേർത്താലും അത് വ്യത്യസ്ത അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്കവിടെ പച്ചക്കുരുമുളക് ഇല്ലാഞ്ഞോണ്ടാണ് നമ്മളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് കേട്ടോ സാധനത്തിന്. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇലകൾ ചേർക്കാം. ഇത് നമ്മുടെ കസൂരി മേത്തിയാണ്. കസൂരി മേത്തി കിട്ടും, എല്ലാവർക്കും അറിയാം. ഈ കസൂരി മേത്തി ഇട്ട് കറിക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ട്. വഴനയല്ല, ബേ ലീഫ്, വാഴയില വെട്ടി കണ്ടിച്ച്. ആ വാഴയിലയുടെ രുചി നല്ല തന്നെയാ. അപ്പൊ ഇനി നമ്മൾ ചേർത്തത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കാം, ഇച്ചിരി കറിവേപ്പിലയാണെങ്കിലും ചേർക്കാം. പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് മല്ലിയിലയാണ് കൂടുതൽ വടക്കേ ഇന്ത്യൻ സ്റ്റൈൽ സംഭവം. ടേസ്റ്റ് അന്യായമാണ്, ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക. നല്ല കിട് ടേസ്റ്റ്, സംഭവം ഗ്യാരണ്ടിയാണ്. അതിനകത്തൊരു അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫാമിലി എല്ലാവരും നിങ്ങൾ റെഡിയാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതിന്റെ അഭിപ്രായം പറയണേ. നല്ല കൊഴുത്ത കറിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറി പോലെയല്ല, ഇത് നല്ല കൊഴുത്ത കറി. അതാണ് ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ്. ഇതുണ്ട്, മുട്ടയുടെ മുകളിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാലും ഇങ്ങനെ. അപ്പൊ നമുക്ക് സ്റ്റവ് ഒക്കെ നിർത്താം. നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ മറ്റേ ലൈക്കും സാധനങ്ങളും കമന്റും ഒക്കെ അതൊക്കെ എല്ലാവരും ചെയ്യും. ആ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് അല്ല നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നവരോട് പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ല് അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ എന്താ പറയുക, വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ അറിയാൻ മേലാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ പറയാനുള്ളത്. അപ്പം നമുക്ക് അടുത്ത ഒരു എന്താ പറയുക അടിപൊളി ഒരു സാധനമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my